പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ശലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഒരു പ്രാർത്ഥനയുടെ രാത്രിയാണ്. നിലവിളിയുടെ യാമങ്ങൾ, കണ്ണുനീർ കർത്താവിന് മുമ്പിൽ ചൊരിയാൻ പറ്റിയ ഒരു ദിനം. വേദനയും ദുഃഖപീഡകളും നിരാശയുമൊക്കെ ഈശോയോട് പറയാൻ പറ്റിയ ഒരു രാത്രി. നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഈശോ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രി. നിന്റെ ദുഃഖപീഡകൾ എടുത്തു മാറ്റാൻ, നിന്റെ ഹൃദയത്തിലെ കയ്പെടുത്തു മാറ്റാൻ, നിന്റെ ജീവിതത്തിലെ അന്ധകാരം എടുത്തു മാറ്റാൻ, പ്രകാശം കൊണ്ട് നിറയ്ക്കാൻ നിന്റെ ദൈവം ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു രാത്രി. പ്രൈസ് ദി ലോർഡ്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി നിന്റെ കർത്താവ് ജാഗ്രതയോടെ നിന്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുന്നു, നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കാത്തിരിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കാൻ അവിടുന്ന് കാത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം ലോകം വലിയൊരു ദുഃഖപീഡയിലൂടെ കടന്നു പോവുകയാണ്, വലിയൊരു മഹാമാരിയിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഭാരതം വലിയൊരു ഭീകരതയിലൂടെ, രോഗത്തിൻ്റെതായ വലിയ ഭീകരതയിലൂടെ കടന്നു പോവുകയാണ്. അനേകർ മരിച്ചു വീഴുന്ന അവസ്ഥ, ഹോസ്പിറ്റലുകൾ നിറഞ്ഞു കവിയുന്നു, ICUയിലും വെന്റിലേറ്ററിലൊന്നും സ്ഥലമില്ലാത്ത അവസ്ഥ, ഓക്സിജൻ കിട്ടാതെ ജനങ്ങൾ വഴിയരികിൽ പോലും മരിച്ചു വീഴുന്ന ഒരു ദാരുണമായ അവസ്ഥയിലൂടെ ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഈ സമയത്ത് ഏറ്റവും ആവശ്യമുള്ളത് പ്രാർത്ഥനയാണ്, ഏറ്റവും ആവശ്യമുള്ളത് നിലവിളിയാണ്, ഏറ്റവും ആവശ്യമുള്ളത് ആരാധനകളാണ്, വർഷിപ്പുകളാണ്. പക്ഷേ നാളുകളായി നമ്മുടെ ദേവാലയങ്ങൾ അടച്ചുപൂട്ടി, ധ്യാന കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടി. അത് കുർബാന അർപ്പിക്കാനോ, ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കാനോ, അവനെ വിളിച്ച് നിലവിളിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ നമുക്ക് സാധ്യമല്ല. ആ സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ, തിന്മ അത്രമാത്രം പ്രബലപ്പെട്ട ഒരു കാലഘട്ടമാണിത്. തിന്മയിലൂടെ സംഭവിച്ച രോഗത്താൽ അനേകരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇവിടെ നാം ഈ രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനാണ് ശാലോം എന്ന മിനിസ്ട്രിയെ ഈശോ തുടങ്ങിയത്. ശാലോമിലൂടെ വീടുകളിലിരുന്ന് ദൈവബലി അർപ്പിക്കുക, ആരാധനയിൽ പങ്കുചേരുക. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ശാലോം നൈറ്റ് വിജിൽ നമുക്കായി ഒരുക്കിയത്. പ്രാർത്ഥിക്കാൻ പോകാൻ ദേവാലയങ്ങളില്ലെങ്കിൽ, ധ്യാന കേന്ദ്രങ്ങളില്ലെങ്കിൽ, ഇതാ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നിന്റെ ഭവനത്തെ ഒരു ദേവാലയമാക്കി മാറ്റുന്നു. ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നിന്റെ ഭവനത്തെ ഒരു ധ്യാനകേന്ദ്രമാക്കുന്നു. നിന്റെ ഭവനത്തിലിരുന്ന് ഈ രാത്രിയിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാം, ആരാധിക്കാം, സ്തുതിക്കാം, ദിവ്യബലിയിൽ പങ്കുചേരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ജീവിക്കുന്ന ദൈവം, സർവശക്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇതാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, നിനക്ക് ചവിട്ടി നടക്കാൻ അധികാരം നൽകിയിരിക്കുന്നത് പാമ്പിന്റെയും തേളിന്റെയും മേൽ മാത്രമല്ല, തിന്മയുടെ മേൽ, തിന്മ കൊണ്ടുവരുന്ന സർവ്വകെണികളുടെയും മേൽ, തിന്മ കൊണ്ടുവന്നിരിക്കുന്ന ഈ മഹാമാരിയുടെ മേൽ ചവിട്ടി നടക്കാൻ ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ഇന്നും ജീവിക്കുന്ന വചനമാണ്. ആ വചനത്തിൽ സൗഖ്യമുണ്ട്,
ആ വചനത്തിൽ വിടുതലുണ്ട്, ആ വചനത്തിൽ ജീവനുണ്ട്. ജീവിക്കുന്ന കർത്താവ് എന്നോടും നിങ്ങളോടും പറഞ്ഞു, ലൂക്ക 10:19, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. യേശു പറഞ്ഞാൽ അതിനപ്പുറത്തൊരു വാക്കില്ല. കർത്താവ് പറഞ്ഞു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അവിടുന്ന് 91 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, പക്ഷേ ഒരനർത്ഥവും നിനക്ക് സംഭവിക്കുകയില്ല. നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഞാനും നീയും അത് വിശ്വസിക്കണം. കാരണം ജീവിക്കുന്ന കർത്താവ് പറഞ്ഞു, നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. എല്ലാ അധികാരവും നിനക്ക് നൽകിയിരിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കണം. നീ കേട്ട് തഴമ്പിച്ച ആ വാക്കുകളില്ലേ, നിരാശയുടെ വാക്കുകൾ, എല്ലാം കൈവിട്ടുപോയി, മരണം അടുത്തിരിക്കുന്നു, രോഗപീഠകൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു, ഈ വാക്കുകൾ നീ മറക്കണം. ആ വാക്കുകൾ നീ മറക്കണം. നിരാശയുടെ വാക്കുകൾ, വിശ്വാസരാഹിത്യത്തിന്റെ വാക്കുകൾ, തിന്മയുടെ വാക്കുകൾ നീ മറക്കണം. നീ ഓർക്കേണ്ടത് നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. കാരണം കർത്താവായ യേശുവിൽ, സർവാധിപത്യമുള്ള ദൈവപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം തിരുവചനം, മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കുവാനും കള്ളൻ വരുന്നു. ഈശോ പറയുകയാണ്, കള്ളൻ വരുന്നത്, തിന്മ വരുന്നത്, തിന്മ കൊണ്ടുവരുന്ന മഹാമാരികൾ വരുന്നത് മോഷ്ടിക്കാനാണ്, കൊല്ലാനാണ്, നശിപ്പിക്കാനാണ്. നിന്നെ നശിപ്പിക്കാനാണ്, തകർക്കാനാണ്, കൊല്ലാനാണ്. പക്ഷെ ജീവിക്കുന്ന കർത്താവ് പറഞ്ഞു, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അത് ജീവൻ ഉണ്ടാകാനാണ്, അത് ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനാണ്. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, അതതിന്റെ സമൃദ്ധിയിൽ ഉണ്ടാകാനാണ്. കർത്താവായ യേശു നമുക്ക് ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു, സമൃദ്ധിയുടെ ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു. അതിനെ പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ അതിന്റെ രാത്രിയാണ്. അവൻ നൽകുന്ന ജീവന്റെ രാത്രി, അവൻ നൽകുന്ന ജീവന്റെ സമൃദ്ധിയുടെ രാത്രി. ഈ രാത്രിയിൽ നാം കർത്താവിന് മുമ്പിൽ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി സ്വർഗം തുറക്കും. അവൻ നമുക്ക് വേണ്ടി നന്മകൾ അയക്കും. അവൻ നമുക്ക് വേണ്ടി രക്ഷ നൽകും, പുതുജീവൻ നൽകി അനുഗ്രഹിക്കും. അതിനാൽ ഇന്ന് ബാക്കി എല്ലാം മറന്ന്, എല്ലാ നിരാശയുടെ വാക്കുകളും മറന്ന്, എല്ലാ നാശത്തിന്റെ വാക്കുകളും മറന്ന്, എല്ലാ ദുഃഖത്തിന്റെ വാക്കുകളും മറന്ന്, എല്ലാ കയ്പിന്റെ വാക്കുകളും മറന്ന്, എല്ലാ അന്ധകാരത്തിന്റെ വാക്കുകളും മറന്ന് ഇന്ന് നാം പ്രാർത്ഥിക്കണം. കർത്താവിന്റെ മുമ്പിൽ ഒന്നായി പ്രാർത്ഥിക്കണം. കുടുംബത്തിലുള്ള അപ്പനും അമ്മയും മക്കളും, അമ്മായിമ്മയും മരുമക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഏകസ്വരത്തിൽ പ്രാർത്ഥിക്കണം. എല്ലാ കലഹങ്ങളും മറന്ന്, എല്ലാ വെറുപ്പും വിദ്വേഷവും മറന്ന് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കണം. ജീവിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, സഹായിക്കാൻ മറ്റാരുമില്ല. കർത്താവെ, സഹായിക്കാൻ അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. കർത്താവെ, ഞങ്ങളെ സഹായിക്കാൻ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. കർത്താവെ, എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സഹായിക്കാൻ, എന്നെ രക്ഷിക്കാൻ, എന്നെ സുഖപ്പെടുത്താൻ ജീവിക്കുന്ന അങ്ങേക്ക് പറ്റുമെന്ന്. ഈ രാത്രിയിൽ അവിടുത്തെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗിയായി കിടക്കുന്ന എന്റെ ഭവനത്തിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വർഗം തുറന്ന് അനുഗ്രഹിക്കണമേ. പ്രിയമുള്ളവരെ, ഒരു നിമിഷം ഒന്ന് ഭവനത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. കർത്താവിന്റെ മുമ്പിൽ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവ് പറഞ്ഞു, ഈശോ പറഞ്ഞു, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. നിനക്കു ഞാൻ അധികാരം നൽകിയിരിക്കുന്നു. ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. യേശു പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചിരിക്കും.
അവിടുന്ന് പറഞ്ഞു, നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, പക്ഷേ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. കാരണം നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവാണ്. രാജാക്കന്മാരുടെ രാജാവ്, അവൻ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവമാണ്. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവം. അവൻ പറഞ്ഞു, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളൻ വരുന്നു. ഇത് വന്നിരിക്കുന്നത് നശിപ്പിക്കാനാണ്, കൊല്ലാനാണ്. പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. 2 കരങ്ങളും ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നിന്റെ വിശ്വാസം ഉണരട്ടെ. ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ നിന്റെ വിശ്വാസം എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വാക്ക് കേട്ട്, ഏതെങ്കിലും പ്രവൃത്തി കണ്ട്, ദേവാലയങ്ങൾ പൂട്ടിയപ്പോൾ, പ്രാർത്ഥിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ, കുദാശകൾ സ്വീകരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ നിന്റെ വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ വിശ്വസിക്കണം, ഇന്നും ജീവിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അവൻ തിരുമനസ്സാണ്. അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ജീവിക്കുന്ന കർത്താവിനെ, വാഗ്ദാനത്തിൽ കാത്തിരിക്കുന്ന നമ്മുടെ ദൈവത്തെ എല്ലാം മറന്നു സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനത്തിലേക്ക് ഈശോയെ ക്ഷണിച്ചുകൊണ്ട്, അവന്റെ കരങ്ങളിൽ സർവ്വതും സമർപ്പിച്ചുകൊണ്ട്, മക്കളെ സമർപ്പിച്ച്, ജീവിത പങ്കാളിയെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്, സഹോദരങ്ങളെ സമർപ്പിച്ച്, സർവ്വതും സമർപ്പിച്ച്, നിന്റെ നാടിനെ സമർപ്പിച്ച്, നിന്റെ ദേശത്തെ സമർപ്പിച്ച്, കേരളത്തെ സമർപ്പിച്ച്, ഭാരതത്തെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുന്നു. ഞാനും എന്റെ കുടുംബവും എന്റെ യേശുവിനെ ആരാധിക്കുന്നു. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, അന്ധകാരത്തിന്റെ പ്രവർത്തികൾ വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, തിന്മകളുടെ വഴികൾ അടയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മക്കൾ ഒന്നായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഒന്നു ചേർന്ന് ഹൃദയ ഐക്യത്തോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഏക സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, ഏക നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, യേശു എന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിന്റെ മേൽ അധികാരമുള്ളവൻ, മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, അവൻ പറഞ്ഞാൽ സംഭവിക്കും. അവൻ പറഞ്ഞു, ലാസറസ് ജീവിച്ചു. 3 ദിവസം മരിച്ച ലാസറസ് ജീവിച്ചു. അവൻ കൽപ്പിച്ചു, കാറ്റടങ്ങി, കടൽ ശാന്തമായി. അവൻ നിനക്ക് വേണ്ടി കൽപ്പിക്കും. നിന്റെ ഭവനം ശാന്തമാകും, നിന്റെ മക്കൾ ശാന്തമാകും, രോഗപീഠകൾ വിട്ടുപോകും, നീ അനുഗ്രഹിക്കപ്പെടും. ഒന്നായി പ്രാർത്ഥിക്കാം, ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആശ്രയം നീ മാത്രമേ കർത്താവേ, ആരാധ്യനേ യേശുവേ, ആശ്രയം നീ മാത്രമേ, ആരാധ്യനേ യേശുവേ, ആശ്രയം നീ മാത്രമേ. ആമേൻ. ആരാധ്യനേ യേശുവേ, ആശ്രയം നീ മാത്രമേ, ആരാധ്യനേ, ആരാധ്യനേ യേശുവേ, ആശ്രയം നീ മാത്രമേ, ആരാധ്യനേ യേശുവേ, ആശ്രയം നീ മാത്രമേ. കരങ്ങളടിക്കാം. കരങ്ങളടിച്ച് വലിയ വിശ്വാസത്തോടെ, വലിയ ബോധ്യത്തോടെ, വലിയ പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുകയാണ്. അവന്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കുകയാണ്. അവനോട് ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നായി പ്രാർത്ഥിക്കാം, നമുക്കൊന്നായി പ്രാർത്ഥിക്കാം.
ആശ്രയം നീ മാത്രമേ. ആരാധനേ, എന്റെ യേശുവേ, എന്റെ ആശ്രയം നീ മാത്രമാണ്. എന്റെ കുടുംബത്തിന്റെ ആശ്രയം അങ്ങ് മാത്രമാണ്. ആരാധിക്കാൻ കർത്താവിനെ. ആശ്രയിക്കുന്നവർക്കെല്ലാം നാഥൻ താൻ സഹജർക്കായി കരുതുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ കണ്ണുനീരാലണയുമ്പോൾ കർത്താവിന്റെ കരമാണ് ഏക ആശ്രയം. ആശ്രയം നീ മാത്രമേ. യേശുവേ, ആശ്രയം അവിടുന്ന് മാത്രമേ. എനിക്കും എന്റെ തലമുറയ്ക്കും ആശ്രയം നീ മാത്രമേ. എനിക്കും എന്റെ ഭവനത്തിനും ആശ്രയം നീ മാത്രമേ. ലോകത്തിന് ആശ്രയം അവിടുന്ന് മാത്രമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവേ, ഓ യേശുവേ, ഓ ദൈവമേ, ഞങ്ങളതിൽ ആശ്രയിക്കുന്നു, ഞങ്ങളതിൽ പ്രത്യാശ വയ്ക്കുന്നു. അവിടുത്തെ നാമത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ആ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശുവേ, ഓ ദൈവമേ, ഓ രക്ഷക, ഓ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കുടുംബത്തിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് സൗഖ്യമായി, വിടുതലായി, രാജാവായി, ദൈവമായി അവിടുന്ന് രാത്രി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ സുഖപ്പെടുത്താൻ, ആനന്ദം നൽകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിന്മകളെ പരാജയപ്പെടുത്താൻ, തിന്മകളെ നിഷ്കാസനം ചെയ്യാൻ, രോഗപീഠകളെ നിഷ്കാസനം ചെയ്യാൻ. ഓ ദൈവമേ, ഓ കർത്താവേ, ഓ യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, യേശുവേ, എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവരുണ്ട്. ശമ്മായ യഹോവ, എന്നെ സൗഖ്യമാക്കും ശമ്മായ യഹോവ, എങ്ങും അവരുണ്ട്. ഈ ദൈവം എന്റെ ദൈവം, എൻ പിതാവല്ലോ, എന്താ
അസാധ്യമായി ഒന്നുമില്ലല്ലോ. അങ്ങ് ആൽഫയും ഒമേഗയുമാണ്. അവിടുന്ന് ആദ്യനും അന്ത്യനുമാണ് കർത്താവേ. അങ്ങ് സർവാധിപത്യമുള്ളവനാണ്. അവർ യുഗങ്ങളുടെ രാജാവാണ് കർത്താവേ. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധന ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആരാധനേ യേശുവേ ആശ്രയം നീ മാത്രമേ. 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 ഹല്ലേലൂയ. ആരാധ്യനേ യേശുവേ ആശ്രയം നീ മാത്രമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് ആരാധ്യനേ വലിയ വിശ്വാസത്തോടെ യേശുവേ ആശ്രയം നീ മാത്രമേ. ഹൃദയത്തിൽ വീണ്ടും പാടാം. ആശ്രയം ആരാധ്യനേ യേശുവേ ആശ്രയം നീ മാത്രമേ. ആശ്രയം നീ മാത്രമേ. ആശ്രയം നീ മാത്രമേ. ശാന്തമായി നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ നൈറ്റ് വിജിൽ പ്രത്യേക പ്രാർത്ഥനയുടെ ഒരു രാത്രിയാണ്. ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത രീതിയിൽ ഈ രാത്രിയിൽ നീ നിലവിളിച്ചു പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന നിന്റെ കർത്താവ് കേൾക്കണം. നിന്റെ പ്രാർത്ഥന സ്വർഗം തുളച്ച് ദൈവകരങ്ങളിലെത്തണം, ദൈവത്തിൻ്റെ കാതുകളിലെത്തണം. നീ ഇന്ന് നിലവിളിക്കേണ്ടത് ഈശോയോടാണ്. വിശ്വസിക്കേണ്ടത് നിന്റെ ദൈവത്തെയാണ്. ഒരിക്കലും വാക്ക് മാറ്റാത്ത ഒരു ദൈവം, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ഒരു കർത്താവ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. അവിടുന്ന് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും. അതിനുവേണ്ടി എല്ലാം മറന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. യേശു പിതാവിനോട് ചേർന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, അമ്മ സഹരക്ഷകയാണ്. രക്ഷകനായ യേശുവിൻ്റെ അമ്മ സഹരക്ഷക. യേശു പീഡാസനങ്ങൾ ശരീരത്തിൽ ഏറ്റെടുത്തു, നമുക്ക് രക്ഷ നൽകി. എന്നാൽ സഹരക്ഷകയായ ദൈവമാതാവ് ആ വേദനകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ നമുക്കറിയാം. വ്യാകുല മാതാവ് ആ വ്യാകുലങ്ങളോട് ചേർത്ത് നമ്മെയും ലോകത്തെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമത്തെ വ്യാകുലം, ശിമോൻ്റെ പ്രവചനം. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുടച്ചു കയറുമെന്ന് ശിമോൻ പ്രവചിച്ചു. ആ വ്യാകുലത്തെ ധ്യാനിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും എല്ലാം അമ്മയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. മാതാവ് ഉണ്ണീശോയോടും യോസപിതാവിനോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്ത് നമുക്ക് ധ്യാനിക്കാം. ആ യാത്രയിൽ അമ്മയ്ക്കുണ്ടായ ആ വലിയ വ്യാകുലത്തെ,
ആ വേദനയെ, ഹൃദയത്തിലേറ്റ വേദനയെ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇപ്പോഴുള്ള എല്ലാ ഭയപ്പാടും സമർപ്പിച്ചുകൊണ്ട് സഹരക്ഷയായ മാതാവേ, എന്നെയും എൻ്റെ ഭവനത്തെയും സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മൂന്നാമത്തെ വ്യാകുലത്തിൽ ഉണ്ണിയായ ഈശോയെ 12-ാം വയസ്സിൽ കാണാതാകുന്ന ധ്യാനിക്കുക. 3 ദിനരാത്രങ്ങൾ അവനെ അന്വേഷിച്ച് നടന്ന അമ്മയ്ക്കുണ്ടായ ആ വേദന, അതിനോട് ചേർത്ത് നമ്മുടെ എല്ലാ മക്കളെ, യുവാക്കന്മാരെ, യുവതികളെ, കൊച്ചുമക്കളെ എല്ലാം സമർപ്പിച്ച് അവരുടെ കുറവുകളും അവരുടെ വൈകല്യങ്ങളും അവരുടെ ആവശ്യങ്ങളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കുക. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ കുരിശ് ചുമക്കുന്ന 4-ാമത്തെ വ്യാകുലം വഴിയിൽ വെച്ച് അവർ കണ്ടുമുട്ടുന്നു. അമ്മയും മകനും കണ്ടുമുട്ടുന്നു. ആ നിമിഷങ്ങളിൽ അമ്മയ്ക്കുണ്ടായ വേദനയോട് ചേർത്ത് ദൈവമാതാവേ, ഞങ്ങളുടെ ദേശത്തെ, ഞങ്ങളുടെ ഇടവകയെ, ഞങ്ങളുടെ നാടിനെ അമ്മ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ കുരിശ് തറയ്ക്കപ്പെട്ട് മരിക്കുന്ന 5-ാമത്തെ വ്യാകുലത്തിൽ, ഓ ദൈവമാതാവേ, കേരളത്തെ സമർപ്പിക്കുന്നു. എല്ലാ മലയാളികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളെയും, എല്ലാ ഭരണ സംവിധാനങ്ങളെയും, അധ്വാനിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും എല്ലാം മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയെ കുരിശിൽ നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ അമ്മയ്ക്കുണ്ടായ ആ വേദനയെ പ്രതി നമ്മുടെ മാതൃരാജ്യത്തെ സമർപ്പിക്കാം. ഭാരതത്തിൻ്റെ രാജ്ഞിയായ അമ്മ ഈ രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ, രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോയെ സംസ്കരിക്കുന്ന 7-ാമത്തെ വ്യാകുലം ധ്യാനിച്ച് പ്രാർത്ഥിക്കാം. ഈ നൈറ്റ് വിജിലിനെ സമർപ്പിക്കാം. ഷാലോൻ ടിവിയുടെ മുമ്പിലിരിക്കുന്ന ജനലക്ഷങ്ങളെ സമർപ്പിക്കാം. യൂട്യൂബിലൂടെ പങ്കെടുക്കുന്നവരെ സമർപ്പിക്കാം. അവിടെ എല്ലാ ആവശ്യങ്ങളെയും, രോഗികളായിട്ടുള്ളവർ, കൊറോണ വൈറസിൽ ഭയപ്പെട്ട് കഴിയുന്നവർ, രോഗത്തിൻ്റെ ഭീതിയിൽ കഴിയുന്നവർ എല്ലാം സമർപ്പിച്ചുകൊണ്ട് മാതാവേ അമ്മ ഈ ടിവിയുടെ മുമ്പിലിരുന്ന് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എല്ലാ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. ഈശോ സ്വർഗം തുറന്ന് ഇത് നമ്മളെയും കുടുംബത്തെയും ഈ രാജ്യത്തെയും ലോകത്തെയും മുഴുവൻ അനുഗ്രഹിക്കും. എല്ലാം മറന്ന് നിലവിളിച്ച് കർത്താവിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജപമാല അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതിന് നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകരായ ടിജോ തോമസ്, അനു ജോസ് എന്നിവരാണ്. ഇവരോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം.